Hey all, welcome back to my channel. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് എക്സാംസും അതുപോലെ തന്നെ പ്രോജക്റ്റ് സബ്മിഷനൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഇതിനു മുന്നേ ഞാൻ പാർട്ട് 1ഉം പാർട്ട് 3 ഓഫ് ഹൗ ഐ ട്രാൻസ്ഫോംഡ് മൈ സ്കിൻ എന്ന് പറയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 3 ആയിരിക്കും ഇതിൽ. കാരണം ഞാൻ എൻ്റെ ആ സ്കിൻ കെയർ ജേർണിയിൽ എക്സ്ഫോളിയേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഈ പാർട്ട് 3ൽ വരുന്നത്. എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. എനിക്ക് എക്സ്ഫോളിയേഷനെ പറ്റിയിട്ട് യാതൊരു രീതിയിലുള്ളൊരു നോളജും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ യൂട്യൂബിൽ നിന്നാണോ എവിടെ നിന്നൊക്കെയാണ് എനിക്ക് ഈ എക്സ്ഫോളിയേഷനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നത്. പിന്നെയാണ് ഞാൻ എക്സ്ഫോളിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒരു ഫ്രഷ് ലുക്ക് തരും. പോസ് ഒക്കെ അൺഗ്ലോഗ് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോ കൊണ്ടുവരാൻ, സ്കിന്നിന് കുറച്ചുകൂടെ ഒരു ഈവൻ ടോൺ ആകാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു എക്സ്ഫോളിയേഷൻ ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്താലും ഈ ഒരു എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്താൽ അത് അത്ര രീതിയിൽ നല്ലതായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം നമ്മൾ മോയ്സ്ചറൈസർ ആയിട്ടായാലും സീറംസ് ഒക്കെ ആയാലും നമ്മൾ യൂസ് ചെയ്യും, ഈ സ്കിൻ കെയറിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ സ്കിന്നിൽ അബ്സോർബ് ആവണമെങ്കിൽ നമ്മൾ എന്തായാലും എക്സ്ഫോളിയേഷൻ ചെയ്തേക്കണം. മെയിനായിട്ട് നമുക്ക് എക്സ്ഫോളിയേഷൻ 2 ടൈപ്പാണ് ഉള്ളത്. കെമിക്കൽ എക്സ്ഫോളിയേഷനും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സ്ഫോളിയേഷനും. അപ്പോൾ ഈ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് സ്ക്രബ്സ് ഒക്കെയാണ് വരുന്നത്. അതിൽ വാൾനട്ട് സ്ക്രബ്സ് വരും, കോഫി സ്ക്രബ്, റൈസ് പൗഡർ അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മാനുവലി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഈ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ് ലുക്കൊക്കെ വരും, അത്രേ ഉള്ളൂ. അത് ഒരുപാട് കാലം അങ്ങ് ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല, നമ്മൾ ഇവൻ ദോ അതൊരു ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യേണ്ടത് ഒരു 7 to 10 ഡേയ്സിനിടയ്ക്കാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇത് ഒരുപാട് നമ്മൾ ഹാർഷായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് ഇത് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിന് ചെറിയ രീതിയിലുള്ള കീറലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഈ ഒരു ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. പിന്നെ ഉള്ളത് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ്. അപ്പോൾ ഈ കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് പീലിംഗ് സൊല്യൂഷൻസ് ആണ്. ഇതിലെല്ലാം ബേസ് എന്ന് പറയുമ്പോൾ ആസിഡ് ആയിരിക്കും. ഈ കെമിക്കൽ എക്സ്ഫോളിയേഷൻ തന്നെ മെയിനായിട്ട് 3 എണ്ണം ഉണ്ട്: AHA, BHA ആൻഡ് PHA. അപ്പോൾ AHA എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡൾ ആൻഡ് ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും. ആൻഡ് BHA എന്ന് പറയുമ്പോൾ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നുകാർക്കായിരിക്കും. പിന്നെ PHA എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കായിരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ മെയിനായിട്ടും ആദ്യം ഫിസിക്കൽ എക്സ്ഫോളിയേഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് എനിക്ക് എക്സ്ഫോളിയേഷനെ പറ്റിയിട്ട് യാതൊരു രീതിയിലുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെന്നോ കേട്ട ഐഡിയ വെച്ചിട്ട് ഫിസിക്കൽ എക്സ്ഫോളിയേഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. ആൻഡ് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നല്ല രീതിയിൽ ഒരു ചേഞ്ച് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ കെമിക്കൽ എക്സ്ഫോളിയേഷനെ പറ്റിയിട്ട് അറിയുന്നത്. അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നല്ല രീതിയിൽ മാറ്റം തന്നെ ഉണ്ടായത്. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോൾ ഏതൊരു എക്സ്ഫോളിയേഷൻ ആയാലും നമ്മൾ സ്കിന്നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത്, പക്ഷേ ടൂ മച്ച് ഓഫ് എക്സ്ഫോളിയേഷൻ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര രീതിയിൽ ഡാമേജ് ആക്കും. അതുകൊണ്ട് എപ്പോഴും അത് കൃത്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ കൺസേൺസ് ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് വേണം പീലിംഗ് സൊല്യൂഷൻ ഏതാണെന്ന് ഇൻ ദ കേസ് ഓഫ് നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എൻ്റെ സ്കിൻ കെയറിൻ്റെ ബിഗിനിങ് സ്റ്റേജിലൊന്നും ഞാൻ ഈ എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളും യൂസ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു നോളജ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ എക്സ്ഫോളിയേഷൻ എന്തായാലും റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യണം. അല്ലാതെ ഒരു വീക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കരുത്. കാരണം നമ്മളെല്ലാവരും ഈ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഒരു എക്സ്ഫോളിയേഷൻ നിങ്ങൾ യൂസ് ചെയ്യണം. അത് പിന്നെ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആണോ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണോ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം എനിക്കറിയാവുന്നതാണ് എങ്കിൽ ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരും. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായും നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന സാധനങ്ങളൊന്നും വാരി സ്കിൻ കെയർ ചെയ്യരുത്. ആൻഡ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ
ഓരോ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് വീണ്ടും വേറൊരു പ്രൊഡക്റ്റ് അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾ ഏതിലാണോ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാകുന്നത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എക്സ്പെൻസീവ് ആണ്, അതാണ് ഇതാണ്, അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്കാവുന്നത് എനിക്ക് വർക്കാവണമെന്നില്ല, എനിക്ക് വർക്കാവുന്നത് നിങ്ങൾക്കും വർക്കാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രോഡക്ട്സിൻ്റെ കാര്യമൊന്നും പറയാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. സോ ഓക്കെ ബൈ.